Hi, my dear students. You're going to listen the Malayalam explanation of NCERT Class 8 English, Purvi Textbook Unit 2, Values and Dispositions. അപ്പോൾ വാല്യൂസ് ആൻഡ് ഡിസ്പൊസിഷൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എ ടെയിൽ ഓഫ് വാലർ. അപ്പൊ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ഈ ക്ലാസ്സിൽ. ഇനി വാല്യൂസ് ആൻഡ് ഡിസ്പൊസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? വാല്യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വാല്യൂസ് ഉണ്ട്. കൈൻഡ്നസ്, റെസ്പെക്ട്, എന്താണ് പാട്രിയോട്ടിസം, കറേജ്, ഡിറ്റർമിനേഷൻ, അങ്ങനെ കുറെ വാല്യൂസ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം. ഇനി ഡിസ്പൊസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പൊസിഷൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഇത് നാച്ചുറൽ ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ ടെൻഡൻസി ടു ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു കഴിവിനാണ് ഡിസ്പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എ ടെയിൽ ഓഫ് വാലർ. വാലർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കറേജ്. അപ്പോ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കൊറേജിന്റെ ഒരു കഥയാണ് ഇതിൽ ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ആരെ കുറിച്ചാണെന്ന് നോക്കാം. മേജർ സോമനാഥ് ശർമ്മ. ഈ ചാപ്റ്റർ മേജർ സോമനാഥ് ശർമ്മയെ കുറിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഫൈറ്റ് ചെയ്ത ബാറ്റിലാണ് ദ ബാറ്റിൽ ഓഫ് ബഡ്ഗാം. അപ്പൊ ബഡ്ഗാമിലെ മേജർ സോമനാഥ് ശർമ്മ ഫൈറ്റ് ചെയ്ത ഒരു കഥയാണ് ഈ ടെയിൽ ഓഫ് വാലറിലൂടെ റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു പാട്രിയോട്ടിക് അല്ലെങ്കിൽ ഒരു ദേശഭക്തി വരുന്ന ഒരു ലെസൺ ആണ്. അപ്പൊ മെയിൻ എയിം ഓഫ് ദിസ് ലെസൺ ഇസ് നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള റെസ്പെക്റ്റും പല ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നമ്മുടെ സോൾജിയേഴ്സ് പടപൊരുതിയതിനുള്ള ഒരു റെസ്പെക്ട് തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് NCERT ഈ ഒരു ലെസൺ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us do these activities before we read. Work in prayers, share your answers with your classmate and teacher. First question, what do you think about the Republic Day parade on 24th January? അപ്പൊ 24th ജാനുവരിയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ? പ്രസിഡന്റ് ആണ് നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അന്ന് കുറെ പരേഡുകൾ ഉണ്ടാകും അല്ലെ? അപ്പൊ 26th ജാനുവരിയിൽ എന്നും ഡൽഹിയിൽ വെച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. വാട്ട് ആർ ദ ഹൈലൈറ്റ്സ് ഓഫ് ദിസ് പരേഡ്? ആ പരേഡിന്റെ ഹൈലൈറ്റ്സ് എന്താണ്? മെയിൻ ആയിട്ടുള്ളത് റിപ്പബ്ലിക് ഡേ പരേഡ് ആണ്. മെയിൻ ആയിട്ട് തന്നെ ഫോറിൻ ഗസ്റ്റുകളൊക്കെ പ്രസന്റ് ആയിരിക്കും. ഓരോ സ്റ്റേറ്റും അവരുടെ ഫ്ലോട്ട്സ് അവിടെ പ്രസന്റ് ചെയ്യും അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് പല പല രൂപങ്ങളും. നമ്മൾ മിക്കവാറും കേരളത്തിൽ നിന്ന് കഥകളി അങ്ങനെയുള്ള എന്താണ് നാടൻ കലാരൂപങ്ങളാണ് ആ ഫ്ലോട്ടിൽ കാണിക്കാറ്. അതുപോലെ ഓരോ സോൾജിയർ, ആർമിയുടെയും മിലിറ്ററിയുടെയും ഒക്കെ പെർഫോമൻസും അന്ന് ഉണ്ടാവാറുണ്ട്. What bravery awards are given on this day and who receives them? അപ്പൊ ഏതൊക്കെ ബ്രേവറി അവാർഡുകളാണ് അന്ന് കൊടുക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ മേടിക്കുന്നത്? അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പരംവീർ ചക്ര കൊടുക്കുന്നുണ്ട്, മഹാവീർ ചക്ര, വീർ ചക്ര, കീർത്തി ചക്ര, അങ്ങനെ പല പല അവാർഡുകളും അന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, now work in groups of 4 and discuss what qualities do you think a soldier should have? ഒരു സോൾജിയറിന് എന്തൊക്കെ ക്വാളിറ്റി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു സോൾജിയർ കറേജിയസ് ആയിരിക്കണം അല്ലെ? നല്ല ധൈര്യശാലി ആയിരിക്കണം, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അച്ചടക്കമുള്ളവനായിരിക്കണം. അതുകൂടാതെ അഡാപ്റ്റബിലിറ്റി ടു സക്സീഡ് ഇൻ ദ മിലിറ്ററി. ഏത് സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് മിലിറ്ററിയിൽ സക്സസ്ഫുൾ ആവാനുള്ള കഴിവുള്ളവനുമായിരിക്കണം ഒരു സോൾജിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് ടു ഷെയർ എ മെസ്സേജ് വിത്ത് എ സോൾജിയർ, വാട്ട് വുഡ് ഇറ്റ് ബി? അത് നിങ്ങൾക്ക് എഴുതാം, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. I would like to tell a soldier that all people of our country love and respect them. അവർ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? സ്വന്തം ജീവൻ വരെ അവഗണിച്ചുകൊണ്ടാണ് അവർ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരെ ലവ് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ സാക്രിഫൈസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, കൺട്രിക്ക് വേണ്ടിയുള്ള അവരുടെ ഒരു നിലപാടിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അതുകൂടാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് കാണാം, ഈ പിക്ചറിൽ കാണാം, റിപ്പബ്ലിക് ഡേ പരേഡ് കാണാം, ആർമി ഫോഴ്സസിന്റെ പരേഡ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഇനി നമുക്ക് ഇവിടെ ഒരു എഴുതിയിരിക്കുന്ന ഒരു കോട്ട് വായിക്കാം. മേരാ ദേശ് രേ, മേരാ ദേശ് ഹുവാരെ റോഷൻ, ലേ ഖുർബാൻ കിയാ തുജേ ഹേ പേ യേ തൻമൻ. അപ്പൊ നമ്മുടെ ദേശഭക്തി,
നമ്മുടെ ദേശത്തോടുള്ള സ്നേഹമാണ് ഈ കോട്ടിൽ കാണിക്കുന്നത് അല്ലെ. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമ്മള് നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം മേജർ സോമനാഥ് ശർമ്മ, അദ്ദേഹത്തിന്റെ പരംവീർ ചക്ര അവാർഡിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. അദ്ദേഹം ജനിച്ചത് 1923-ലും മരിക്കുന്നത് 1947-ലുമാണ്. അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ വർഷം തന്നെ അദ്ദേഹം മരിച്ചു. വളരെ യങ് ആയിട്ടുള്ള ഏജില്, ഏകദേശം 24 അങ്ങനെ എന്തോ ഏജിലാണ് അദ്ദേഹം മരിക്കുന്നത്. വളരെ യങ് ഏജിലാണ്. ക്യുമിയോൺ ഇസ് എ റെജിമെന്റ് ക്രസ്റ്റ്. ഇതൊരു റെജിമെന്റ് ആണ്, ഒരു ഏരിയക്ക് ആണ് ഈ ഒരു ക്യുമിയോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ലെസൺ വായിച്ചു തുടങ്ങാം. ഓക്കെ, ദിസ് ഇസ് എ ട്രിബ്യൂട്ട് ടു ദ വാലിയന്റ് മേജർ സോമനാഥ് ശർമ്മ, ഇന്ത്യസ് ഫസ്റ്റ് റെസിപ്പന്റ് ഓഫ് ദ പരംവീർ ചക്ര. അപ്പോ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് മേജർ സോമനാഥ് ശർമ്മ എന്ന് പറയുന്ന സോൾജിയർക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആണ്, ഒരു അർപ്പണമാണ്. അദ്ദേഹം എന്താണ്, ഇന്ത്യയുടെ ആദ്യത്തെ പരമവീര ചക്ര കിട്ടിയ ആളായിരുന്നു ആര്? മേജർ സോമനാഥ് ശർമ്മ. പരമവീർ ചക്ര ആഫ്റ്റർ ഡെത്ത് കൊടുക്കണതാണ് അല്ലെ. ഹൂസ് നെയിം ഇസ് എച്ച്ഡ് ഇൻ ദ അനൽസ് ഓഫ് ഹിസ്റ്ററി. എച്ച്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ്ലി ഫിക്സ്ഡ്, എഴുതപ്പെട്ടു അല്ലെങ്കിൽ കുറിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഹിസ്റ്ററിയിൽ ആദ്യമായി പരമവീര ചക്ര മേടിച്ച സോൾജിയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. His bravery and sacrifice stand as a beacon of inspiration for generation. അദ്ദേഹത്തിന്റെ ഒരു ധൈര്യവും അദ്ദേഹത്തിന്റെ സാക്രിഫൈസും രാജ്യത്തിന് വേണ്ടി പരിത്യജിച്ച ആ ഒരു മനസ്സും എന്താണ്, ബീക്കൺ എന്ന് വെച്ച സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ, മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആണ്. ആർക്ക്? വരും ജനറേഷനും ഇപ്പൊ ജീവിക്കുന്ന ജനറേഷനൊക്കെ ഇൻസ്പിരേഷൻ ആണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ആ ഒരു സാക്രിഫൈസ്. At every intersection of patriotism, whether through the National War Memorial, soul-stirring patriotic songs, books and stories, recounting acts of valor, or the celebrations of Azadi Ka Amrit Mahotsav, his memory is honored. അപ്പൊ എല്ലാ പാട്രിയോട്ടിസം വരുന്ന അല്ലെങ്കിൽ ദേശഭക്തി വരുന്ന സ്ഥലങ്ങളിലും, അതൊരു നാഷണൽ വാർ മെമ്മോറിയൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡൽഹിയിലുള്ള നാഷണൽ വാർ മെമ്മോറിയലിലാവട്ടെ, പാട്രിയോട്ടിക് സോങ്ങുകളിലാവട്ടെ, ബുക്കുകളിലാവട്ടെ, സ്റ്റോറീസിലാവട്ടെ, വളരെ കറേജിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്, അതിലാവട്ടെ, ഇനി ആസാദി കി അമൃത് മഹോത്സവ് എന്ന് പറയുന്ന സെലിബ്രേഷൻസിലാവട്ടെ, എവിടെയൊക്കെ ആവട്ടെ, മേജർ സോമനാഥ ശർമ്മയെ കുറിച്ചിട്ട് അവിടെ പ്രതിപാദിക്കുകയും ഓർക്കുകയും ചെയ്യാറുണ്ട്, അദ്ദേഹത്തെ ഓണർ ചെയ്യാറുണ്ട്. Major Somnath Sharma's legacy of courage and devotion to the nation remains forever alive. Forever alive. അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യം, അദ്ദേഹം കാണിച്ച ധൈര്യത്തിന്റെ പാരമ്പര്യവും രാജ്യത്തോടുള്ള ആത്മാർത്ഥതയും ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ജീവിക്കും. അത് എന്താണ്? റിമൈൻഡിങ് us of the ultimate price paid for our freedom. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ വരെ ത്യജിച്ചു. അത് നമ്മൾ എന്നും ഓർക്കും. The serene Kashmir Valley in the shadows of the majestic Himalayas witnessed a tale of extraordinary heroism and sacrifice to protect the integrity of Indian borders. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കാശ്മീർ എന്താണ്, സൈലന്റ് ആയിട്ടുള്ള കാശ്മീർ താഴ്വര, അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ. അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഹീറോയിസം നടന്നു. The day began with the silence of cold November dawn. കോൾഡ് ഇത് നടക്കുന്നത് നവംബറിലെ ഒരു തണുത്ത മോർണിംഗിലാണ്. പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് വിത്ത് echoes of courage that served as an inspiration for generation to come. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം, എന്തോ ഒരു പ്രോബ്ലം വന്നു. ഏത് മാസത്തിലാണ്? നവംബറിൽ. അത് എൻഡ് ചെയ്തു ധൈര്യത്തിന്റെ എക്കോസോടുകൂടി. പക്ഷെ അത് കൂടാതെ അത് ജനറേഷനുള്ള ഒരു ഇൻസ്പിരേഷനായി ആ ഒരു ഇൻസിഡന്റ് മാറുകയും ചെയ്തു. ആ ഇൻസിഡന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് മേജർ സോമനാഥ് ശർമ്മ and brave men that he led on a mission to protect Srinagar airport from falling into the hands of guerrilla force trained and backed by Pakistan. അപ്പൊ സോമനാഥ് ശർമ്മയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആയിട്ടുള്ള സോൾജിയേഴ്സും അദ്ദേഹം ശ്രീനഗർ എയർപോർട്ടിനെ
എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. അതിനെ അറ്റാക്ക് ചെയ്യാൻ ആരാ വന്നത്? ഗൊറില്ല ഫോഴ്സ്, പാകിസ്ഥാനിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ആയ ഗൊറില്ല ഫോഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞതാണ് മിസ്റ്റർ മേജർ സോംനാഥ് ശർമ്മ. This is a story of how 90 men managed to foil the plan of some 500 infiltrators. 90 ആളുകളാണ് മേജർ സോംനാഥ് ശർമ്മയുടെ ടീമിൽ ഉണ്ടായിരുന്നത്. ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻവേഡ് ചെയ്ത പാകിസ്ഥാനി ആൾക്കാര് ഒളിച്ചു കടന്ന 500 പേർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അപ്പൊ 500 പേരും 90 പേരും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ് അത് ജയിക്കാൻ പറ്റുക എന്നല്ലേ. Who wanted to capture Srinagar and the Kashmir Valley and deliver a blow to newly independent India. അപ്പൊ 1947 നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പൊ ആ ഇൻഡിപെൻഡൻസിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ ഏറ്റവും സാധിക്കുന്നത് കാശ്മീർ വാലി ശ്രീനഗറും കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ തകർക്കാൻ സാധിക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ അതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. The events that led to the Battle of Budgam starts in August 1947. ഇപ്പൊ 1947 ഓഗസ്റ്റിൽ തന്നെ ഈ ബാറ്റിൽ ഓഫ് ബഡ്ഗാം സ്റ്റാർട്ട് ചെയ്തു. When Pakistan launched Operation Gulmarg to annex the Kashmir Valley. Annex എന്ന് വെച്ചാൽ അത് കൈയടക്കാൻ വേണ്ടിയിട്ട് കാശ്മീർ വാലിയിലെ ഈ ബഡ്ഗാം എന്ന് പറയുന്ന സ്ഥലം കൈയടക്കാൻ പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. This was in violation of an existing agreement with Hari Singh, the Maharaja of Jammu and Kashmir. അപ്പോൾ ഓൾറെഡി അവർ ഇനി ഫൈറ്റ് ഒന്നും ചെയ്യില്ല എന്ന് എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെന്റിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഫൈറ്റ് ചെയ്യാൻ വന്നത്. What committed Pakistan not to attack the state? പാകിസ്ഥാനോട് പറഞ്ഞതാണ് അറ്റാക്ക് ചെയ്യരുതെന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടും അവര് പാകിസ്ഥാൻകാരാണ് എഗ്രിമെന്റ് തെറ്റിച്ച് ഫൈറ്റ് ചെയ്യാൻ വന്നത്. However, എന്തൊക്കെയായാലും instead of honoring the commitment, the Pakistani army trained and equipped around 1,000 invaders who possess deep knowledge of mountain passes and the local terrain to enter Kashmir and take control of strategic locations. പാകിസ്ഥാന്റെ 1000-ഓളം വരുന്ന ഇൻവേഡേഴ്സ്, നുഴഞ്ഞു കയറ്റക്കാര്, അവർക്ക് മൗണ്ടൻ പാസസിനെ കുറിച്ചും ആ ലോക്കൽ ഏരിയയെ കുറിച്ചും കാശ്മീരിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണ്. അവര് നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസ്, മെയിൻ ലൊക്കേഷൻസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ്. അതിന്റെ മേജർ ആയിട്ടുള്ള സ്ഥലം ഏതാണ്? ശ്രീനഗർ എയർപോർട്ടാണ് അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. The ultimate goal of their plan was to engineer a revolt in Kashmir. ഒരു എന്താണ് റിവോൾട്ട്, ഒരു ഫൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം കാശ്മീരിൽ. ഓവർത്രോ ദ ഗവൺമെന്റ് ആൻഡ് ക്യാപ്ചർ ദ ടെറിട്ടറി. എന്നിട്ട് കാശ്മീർ പിടിച്ചെടുക്കണം. If they had succeeded, it would have allowed them to control strategic mountain passes, peaks and rivers. അപ്പൊ അവർക്ക് ആ ഒരു ഏരിയ പിടിച്ചെടുക്കി കഴിഞ്ഞാൽ കാശ്മീരിലുള്ള എല്ലാ മൗണ്ടൻ പാസസും അവരുടെ മൗണ്ടൻസും റിവറുകൾ എല്ലാത്തിന്റെ അധീനത കിട്ടും. അപ്പൊ അതിനാണ് ഇവർ ശ്രമിക്കുന്നത്. On 22nd October, Operation Gulmarg was launched and these infiltrators invaded Kashmir. അങ്ങനെ 22 ഒക്ടോബറിന് ഓപ്പറേഷൻ ഗുൽമാർഗ് പാകിസ്ഥാൻ ഉണ്ടാക്കുകയും ഈ ഇൻഫിൽട്രേറ്റ്സ് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തു. Which led to the princely state becoming a part of India on 26 October 1947. Princely state, a majestic state. അപ്പോ അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു കാശ്മീർ സ്റ്റേറ്റിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് നുഴഞ്ഞു കയറി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് കാശ്മീർ, അല്ലെ? In response to this invasion, the government of India sent its troops to defend the people of Kashmir and India's borders on 7th October 1947. അപ്പോ അവർ 26th ഒക്ടോബറിന് ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കാശ്മീരിലെ ഇന്ത്യൻ ബോർഡേഴ്സിലേക്ക് troops of people അയച്ചു. A contingent of troops posted to Jammu and Kashmir was airlifted into Srinagar because the land route through Pathankot was not in a good condition. അപ്പൊ ഫൈറ്റ് തുടങ്ങിയത് 26th ഇന്ത്യ കുറേ ആർമി ഫോഴ്സസിനെ കാശ്മീരിലേക്ക് അയച്ചു, ജമ്മു കാശ്മീരിലേക്ക്. അവരെ എയർലിഫ്റ്റ് ചെയ്താണ്, അതായത് വിമാനമാർഗമാണ് ശ്രീനഗറിൽ എത്തിച്ചത്. കാരണം ലാൻഡ് റൂട്ട്, പത്താൻകോട്ടിലേക്കുള്ള ലാൻഡ് അല്ലെങ്കിൽ ആ ലാൻഡ് റൂട്ട്
നല്ല കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്താണ് സോൾജിയേഴ്സിനെ എല്ലാം എത്തിച്ചത്. On 31st October, the D Company of the 4th Battalion of Kumeon Regiment. അപ്പൊ D Company എന്ന് പറയുന്ന 4th Battalion, Kumeon 4th Battalion റെജിമെന്റിലെ കമാൻഡ് ആയിരുന്നു ആര്? മേജർ സോമനാഥ് ശർമ്മ. അദ്ദേഹത്തെ എങ്ങോട്ട് അയച്ചു? ശ്രീനഗറിലേക്ക് അയക്കപ്പെട്ടു. അപ്പൊ ഈ സമയത്ത് അറ്റ് ദാറ്റ് ടൈം മേജർ സോമനാഥ് ശർമ്മ ലെഫ്റ്റ് ഹാൻഡ് വാസ് ഇൻ പ്ലാസ്റ്റർ. അദ്ദേഹം ഏതോ ഫൈറ്റ് നടത്തി ബാറ്റില് അദ്ദേഹത്തിന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അദ്ദേഹമാണ് ആ വിങ്ങിന്റെ കമാൻഡർ. ഏത് വിങ്ങിന്റെ? 4th ബറ്റാലിയൻ ഡി കമ്പനിയുടെ കമാൻഡർ ആണ് മേജർ സോമനാഥ് ശർമ്മ. പക്ഷെ അദ്ദേഹത്തിന് പോവാൻ ബുദ്ധിമുട്ടായിരുന്നു പ്ലാസ്റ്റർ ഇട്ടതായതുകൊണ്ട്. ബട്ട് ഹി ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് വിത്ത് ഹിസ് കമ്പനി വൈൽ ഇൻ കോംബാറ്റ്. മേജർ ആൾക്കാരൊക്കെ പോണ്ടെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു എന്റെ കമ്പനിയുടെ കൂടെ ഈ യുദ്ധത്തിന് ഞാൻ പോകും, എന്റെ ടീമിന്റെ കൂടെ. ഹി ന്യൂ ദാറ്റ് ദിസ് മിഷൻ വുഡ് ബി വെരി ചലഞ്ചിങ് ആൻഡ് ടോൾഡ് ഹിസ് സീനിയർ ഓഫീസേഴ്സോട് പറഞ്ഞത് ചെറിയ മിഷൻ അല്ല, വലിയ ഫൈറ്റ് ആണ്. ഐ നോ മൈ മെൻ ബെറ്റർ ദാൻ എനിവൺ എൽസ് ആൻഡ് ഇഫ് ദേ ആർ ഗോയിങ് ഇൻ ടു ആക്ഷൻ ദേ ആർ നോട്ട് ഗോയിങ് ഇൻ വിത്തൗട്ട് മീ. എന്റെ ആളുകൾ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ അവരെ ആക്ഷൻ ചെയ്യുമ്പോൾ ഞാനും അവരുടെ കൂടെ വേണം സപ്പോർട്ട് ചെയ്യാൻ, അല്ലാതെ എനിക്ക് അവരെ വിട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല. These words highlighted his commitment to his men and his country. ഇതിൽ നിന്ന് മനസ്സിലാവും അദ്ദേഹത്തിന് എന്തോരം ഡെഡിക്കേഷൻ അദ്ദേഹത്തിന്റെ ട്രൂപ്പിനോട് ഉണ്ടെന്ന്. Before their arrival in Srinagar, there had been unfounded rumors of tribal movement towards the village of Badgam. അപ്പൊ ശ്രീനഗറിൽ എത്തുന്നതിന് മുമ്പ് അവിടെ കുറെ റൂമേഴ്സ് വന്നു. എന്താണ്? വില്ലേജ് ഓഫ് ബഡ്ഗാം കുറെ റീസൺ ഒന്നുമില്ലാതെ കുറെ റൂമേഴ്സ് കേൾക്കുകയാണ്. ലെസ് ദാൻ 5 kilometers away from ശ്രീനഗർ എയർപോർട്ട്. അപ്പോൾ 5 kilometers away from ശ്രീനഗർ എയർപോർട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. The village was on higher altitude than the airfield. വില്ലേജ്, ഈ ബഡ്ഗാം വില്ലേജ് ശ്രീനഗർ എയർപോർട്ടിനേക്കാൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലായിരുന്നു. ആൻഡ് ദ ആക്സസ് വാസ് ത്രൂ ദ വില്ലേജ്. അപ്പോൾ ആ വില്ലേജിൽ കൂടെയാണ് ഇവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഹെൻസ് it was important for Indian forces to retain control of the area in order to protect troops and facilitate supplies arriving via air. അപ്പൊ ശ്രീനഗർ എയർപോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇവർക്ക്. ഈ എന്താണ് ഗ്രാമങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് എന്താണ് വെപ്പൺസ് ഒക്കെ കൊണ്ടുപോകാൻ എയർപോർട്ടും ആവശ്യമാണ്. അതുകൊണ്ട് എയർപോർട്ട് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. In reality, the enemy had started arriving in Badgam in small groups to avoid detection. അപ്പൊ ഓൾറെഡി ഈ ബഡ്ഗാം വില്ലേജ് ഉണ്ടല്ലോ, ഇവരെ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ഇൻവേർഡേഴ്സ് അവിടെ എത്തി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. On 3rd November 1947, several companies, including Major Somnath Sharma's D Company, were sent to patrol and assess emerging threats in and around the village. നവംബർ 3-ാം തീയതി മേജർ സോമനാഥ് ശർമ്മയുടെ ഡി കമ്പനിയിലെ ആളുകളെല്ലാം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സന്ദർശിക്കാൻ പോയി. ത്രൂ ഔട്ട് ദ ഡേ വാലി വാസ് ഇയർലി സൈലന്റ്. ഇയർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട്. അപ്പൊ ആ ദിവസം മുഴുവൻ ഈ വാലി ഭയങ്കര സൈലന്റ് ആയിരുന്നു, ഒന്നും പ്രത്യേകിച്ച് കണ്ടില്ല. അറൌണ്ട് ആഫ്റ്റർനൂൺ ദ കമ്പനീസ് വെയർ ഓർഡർ ടു റിട്ടേൺ 1 by 1. അപ്പൊ ഒരു ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല, ഒന്നും മിസ്റ്റീരിയസ് ആയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ വേറെ ഒന്നും കാണാത്തത് കൊണ്ട് ഈ കമ്പനീസ് എന്താണ് മറ്റ് ബറ്റാലിയൻസിനെയൊക്കെ പൊക്കോ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിട്ടു. ഡി കമ്പനി വിത്ത് 90 soldiers was the last. അവസാനം ഡി കമ്പനിയും 19 soldiers ബാക്കി എല്ലാവരും പോയിന്ന് പാകിസ്ഥാൻകാർക്ക് മനസ്സിലായപ്പോ and they were expected to return by 2 PM. അവര് 2 മണിക്ക് പോകും എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. When the enemy tribal guerrilla invaders under the command of Pakistani army saw that a small group of Indian soldiers were left behind in Badgam, അവർക്ക് മനസ്സിലായി 90 പേര് മേജറും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പോയി എന്ന് മനസ്സിലായപ്പോ they attacked them. അവർ ഇവരെ ആക്രമിച്ചു. പാകിസ്ഥാൻകാര് നമ്മുടെ ഡി കമ്പനീനെ ആക്രമിച്ചു. Their initial attack was met with stiff resistance by Major Somnath and his men. ആദ്യം സ്ട്രോങ് ആയിട്ടൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കി, എത്രയോ പേരുണ്ട് അവരല്ലേ. However, Major Somnath correctly visualized that the first attack was just a distraction. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആദ്യത്തെ ഒരു അറ്റാക്ക് ജസ്റ്റ് ഒരു ഡിസ്റ്റർബൻസ് മാത്രമാണ്, സ്റ്റാർട്ട് മാത്രമാണ്, ഇനിയും അറ്റാക്ക് വരുന്ന അദ്ദേഹത്തിന് മനസ്സിലായി.
Shortly thereafter, a major attack came from another side. വേറൊരു വലിയ അറ്റാക്ക് പാകിസ്ഥാൻകാര് അറ്റാക്ക് ചെയ്തു. By then, Major Somnath Sharma and his 90 soldiers were facing about 500 invaders. ഈ 90 സോൾജിയേഴ്സും മേജറും ഫേസ് ചെയ്യണത് എത്ര പേരെയാ? 500 പാകിസ്ഥാൻകാരെയാണ്. The Pakistani invaders sought to capture the Srinagar airfield and its surrounding areas. ശ്രീനഗർ എയർപോർട്ടും അതിന് ചുറ്റുമുള്ള സ്ഥലമാണ് ഇവരുടെ ലക്ഷ്യം. It was clear to Major Somnath Sharma that defending Srinagar town, the airfield and the wider valley was indeed difficult until reinforcements arrived. ഇപ്പൊ മേജർ സോമനാഥ് ശർമ്മ പറഞ്ഞു എന്താണ് ഈ എന്താണ് കൂടുതൽ ഫോഴ്സ് ഇല്ലാതെ വരാതെ ഇവരെ സേവ് ചെയ്യുക, ഈ ശ്രീനഗർ എയർപോർട്ട് സേവ് ചെയ്യുക എന്നത് അത്ര ഈസി അല്ല, അതുകൊണ്ട് കുറച്ച് ഫോഴ്സ് കൂടി വരണം. After assessing the situation, he requested airstrikes. He bravely laid out ground panels to guide the aircraft towards their target. അപ്പൊ സിറ്റുവേഷൻ ഒക്കെ അസസ് ചെയ്ത് അദ്ദേഹം എയർ സ്ട്രൈക്ക് വിളിക്കുകയാണ്. അതായത് അത്യാവശ്യം നീഡ് അർജന്റ് സ്ട്രൈക്ക് വിളിക്കുകയാണ്. അദ്ദേഹം ഗ്രൗണ്ടിലെ പാനൽസ് ഒക്കെ ഇട്ട് ഗൈഡ് ചെയ്ത് എയർക്രാഫ്റ്റ് ഒക്കെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. The aerial attacks were successful in the hitting the tribal invaders, but they still outnumbered. ആദ്യമൊക്കെ കുറച്ച് സക്സസ്ഫുൾ ആയിരുന്നു, പക്ഷെ അവര് കുറെ നമ്പർ ഉണ്ടായിരുന്നു, ഔട്ട്നംബേർഡ്. അവര് ഡി കമ്പനി ബൈ ഓൾമോസ്റ്റ് 7-1. ഒരു എന്താണ് ഡി കമ്പനിയിൽ ഒരാൾക്ക് എതിരെ നിൽക്കുന്നത് എത്ര പേരാ? 7 പേരാ. അപ്പൊ ജയിക്കാൻ പാടല്ലേ? The attack on the position occupied by Major Sharma's men continued. എങ്കിലും അവര് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു, അവർ വിട്ടുകൊടുക്കാൻ റെഡി ആയില്ല. Vastly outnumbered and facing devastation fire, Major Somnath Sharma and his men stood resolute. എങ്കിലും ഭയങ്കര ഫയറും ഫൈറ്റും ബോംബെറിയിലൊക്കെയാണ്, എങ്കിലും മേജർ സോമനാഥ് ശർമ്മയും അവരുടെ സോൾജിയേഴ്സും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു, ഡിറ്റർമിൻഡ് ആയിട്ട് നിന്നു. There was thick എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്ക് ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അത്. അതൊരു ഇഡിയമാണ്. The air was thick means tough situation with the sound of gunfire and cries of battle. But Major Somnath Sharma's voice cut through the chaos, urging his men to fight with tenacity and valor. പക്ഷെ മേജർ സോമനാഥ് ശർമ്മയുടെ ശബ്ദം അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആളുകളെ എന്താണ് ഡിറ്റർമിൻഡ് ആക്കാൻ വേണ്ടിയിട്ടും ധൈര്യശാലികളാക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് മേജർ സോമനാഥ് ശർമ്മ അവരെ ഇൻസ്പയർ ചെയ്തു. Despite heavy casualties and his own injuries, അദ്ദേഹത്തിന് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഫിസിക്കലി കുറെ ഇഞ്ചുറീസ് ഉണ്ടായി. മേജർ സോമനാഥ് ശർമ്മ ഡിസ്പ്ലേഡ് അൺപാരലൽ ബ്രേവറി. അദ്ദേഹത്തിന് ഒട്ടും പറ്റില്ല. അദ്ദേഹം ഒത്തിരി പാടുകളും പോടുകളും ഒക്കെ ഉണ്ടായി, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം ബ്രേവറി കാത്തു സൂക്ഷിച്ചു. ഹി മൂവ്ഡ് ഫിയർലെസ്ലി ത്രൂ ഔട്ട് ദ ബാറ്റിൽ ഫീൽഡ്. ആ യുദ്ധകളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിയർലെസ്ലി, ഒരു പേടിയില്ലാതെ മൂവ് ചെയ്തു. ഡയറക്റ്റിംഗ് ഫയറുകളെയൊക്കെ ഡയറക്റ്റ് ചെയ്ത്, ഫില്ലിംഗ് മാഗസിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാഗസിൻസ് എന്ന് വെച്ചാൽ കണ്ടെയ്നർ ഉണ്ട്, ഈ ഗണ്ണും അതിന്റെ സാധനങ്ങളും വെടിമരുന്നുകളും ഒക്കെ നിറയ്ക്കുന്ന സ്ഥലം. ആൻഡ് എൻകറേജിങ് ഹിസ് മെൻ ടു ഹോൾഡ് ദിയർ ഗ്രൗണ്ട്. അവരുടെ ഗ്രൗണ്ടിൽ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. I shall not withdraw an inch, but will fight to the last man and the last round. Major Somnath ശർമ്മയുടെ വാക്കുകളാണ്. However, as the battle progressed, the company began running out of ammunition. എന്ന് വെച്ചാൽ എന്താണ്, കുറെ കഴിഞ്ഞപ്പോൾ ഡി കമ്പനിയുടെ ബുള്ളറ്റും ഷെൽസും എക്സ്പ്ലോസീവ്സും ഒക്കെ അതൊക്കെ കുറഞ്ഞു വന്നു. Then Major Somnath Sharma informed brigade headquarters, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലിട്ട് ഇത് പറഞ്ഞ് എന്താണ് വിളിച്ചു, പുൾ ബാക്ക്. അപ്പൊ എന്താണ് അവര് പറഞ്ഞത്? ഹി വാസ് ആസ്ക്ഡ് ടു പുൾ ബാക്ക്. ഈ ഫൈറ്റ് നിർത്തി രക്ഷപ്പെട്ട് തിരിഞ്ഞു പോരെ എന്നാണ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞത്. കാരണം എന്താണ്, മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. Aware of the gravity of the situation, seriousness of the situation, he responded with the words. അപ്പോ അവർക്ക് മനസ്സിലായി സീരിയസ്നെസ് ഉണ്ട്, രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണല്ലോ. The enemy is only 5 yards from us. 50 യാർഡ് മാത്രമാണ് അകലെ. We are heavily outnumbered. ഒട്ടും നമ്പർ ഇവർ 90 ഒക്കെ മരിച്ചു, കുറെ പേരൊക്കെ മരിച്ചു പോയി കാണും. We are under devastating fire. I shall not withdraw an inch, but will fight to the last man and the last round. എന്താ മേജർ സോമനാഥ് ശർമ്മ പറഞ്ഞത്? ഞാൻ
ഒരിഞ്ച് പോലും ഇതിൽ നിന്ന് വ്യതിചലിക്കില്ല. ഞാനും എന്റെ കൂട്ടാളികളും മരിക്കുന്നത് വരെ, അവസാന ശ്വാസം വരെ ഞങ്ങള് പോരാടും. Just a few minutes later, when he was crouched in a trench, crouch means ഇങ്ങനെ എന്താണ് ബെൻഡ് ചെയ്തിരിക്കുന്നതിനാണ്, കാലൊക്കെ എന്താണ് മുട്ടുകുത്തിയിരിക്കുന്നതിന്. A machine gun operator, in order to help him load the gun, his position was hit by a mortar shell, killing him instantly. അങ്ങനെ ഈ എന്താണ് ഗൺ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോട്ടാർ ഷെൽ അവിടെ പതിക്കുകയും നമ്മുടെ മേജർ സോംനാഥ് ശർമ്മ മരിക്കുകയും ചെയ്തു. Despite losing their major, അവരുടെ മേജർ നഷ്ടപ്പെട്ടിട്ടും, and faced with an overwhelming numerical superiority of the enemy, the heroic actions of late Major Somnath Sharma motivated his men. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തിന്റെ കൂട്ടാളികള് ഫൈറ്റ് നിർത്തിയില്ല, അവരും ഫൈറ്റ് ചെയ്തു. To hold on to their position for 6 more hours, 6 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ കമാൻഡിംഗ് വിങ്ങിലുള്ള മറ്റു സോൾജിയേഴ്സ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഫൈറ്റ് ചെയ്തു. To being overrun by the enemy, അവർ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. Their brave resistance provided time for reinforcements to arrive. അപ്പൊ ഈ ഒരു 6 മണിക്കൂർ കൊണ്ട് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിന്ന് ആളുകൾക്ക് വരാൻ സാധിച്ചു, മറ്റു സോൾജിയേഴ്സിന് വരാനും. അതായത് തോറ്റുകൊടുത്താ അവർ ശ്രീനഗർ എയർപോർട്ട് പിടിച്ചു. അപ്പൊ അവർ തോറ്റുകൊടുക്കാതെ 6 മണിക്കൂർ പിടിച്ചു നിന്നതുകൊണ്ട് ബാക്കി നമ്മുടെ സോൾജിയേഴ്സിന് വരാൻ സാധിച്ചു എന്നൊരു പോസിറ്റീവ് അവിടെ വന്നു. പഞ്ചാബ് റെജിമെന്റിന്ന് ശ്രീനഗറിലേക്ക് കുറെ ആളുകൾ വന്നു. The heroic deeds of Major Somnath and his men thoroughly demotivated the enemy. അപ്പൊ ഇവരുടെ ഒരു ഡിറ്റർമിനേഷൻ, ആരുടെ, മേജർ സോംനാഥ് ശർമ്മയുടെയും അവരുടെ സോൾജിയേഴ്സിന്റെയും എനിമീസിനെ ഒന്ന് തകർത്തു, അവരെ ഒന്ന് ഡിമോട്ടിവേറ്റ് ചെയ്തു. അപ്പൊ 300 കാഷ്വാലിറ്റീസ്, 300 പേർക്ക് ഇഞ്ചുറീസും പ്രോബ്ലംസും ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതുകൂടാതെ ആർക്ക്, മേജർ സോംനാഥിന്റെ സോൾജിയർ ആളുകൾക്ക്, അതുകൂടാതെ അവരുടെ ലീഡറിന് കാര്യമായ പരിക്കുകളും വരുത്താൻ ഈ സോൾജിയേഴ്സിന് സാധിച്ചു. In many significant ways, the company's sacrifice and Major Somnath's leadership saved Srinagar from India. അങ്ങനെ മേജർ സോംനാഥ് ശർമ്മയുടെ ആ ഒരു സാക്രിഫൈസും ഡി കമ്പനിയുടെ ആ ഒരു ഇതും നമ്മുടെ ശ്രീനഗറിനെ പാകിസ്ഥാൻ കൊണ്ടുപോകാതെ സഹായിച്ചതിന്റെ മേജർ കാരണമാണ്. The 4th Kimion Battalion was awarded the Best Battle Honor ശ്രീനഗർ. അപ്പൊ 4th Kimion Battalion ബാറ്റിൽ ഓണർ കൊടുക്കുകയും ചെയ്തു. മേജർ സോംനാഥ് laid down his life for the nation at the age of 24. 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മരിക്കുമ്പോൾ, സോംനാഥ് ശർമ്മ. Then for this act of conspicuous bravery, Major Somnath Sharma was awarded the Paramveer Chakra. അപ്പൊ ഇത്രയും ബ്രേവറി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് PVC പരംവീർ ചക്ര അവാർഡ് കൊടുത്തു. His citation reflects, അദ്ദേഹത്തിന്റെ കോട്ട്, heroism, patriotism and courage, ഇതാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്രകൾ. Was the first recipient of the PVC awarded posthumously for gallantry and supreme sacrifice. സുപ്രീം സാക്രിഫൈസിനും ബ്രേവറിക്കും മരിച്ചതിന് ശേഷം നൽകുന്ന അവാർഡാണ് ഏത്, PVC പരംവീർ ചക്ര. അതിന്റെ ഫസ്റ്റ് റെസിപ്പിയന്റ് ആയി നമ്മുടെ മേജർ സോമനാഥ് ശർമ്മ. വെറും 24 വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഓണർ അവാർഡ് ആൻഡ് ഓണർ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. We have delved into how the events of 3rd November 1947 played out. അപ്പൊ നമ്മൾ ഈ 1947 3rd November എന്താ സംഭവിച്ചതെന്ന് പഠിച്ചു അല്ലെ. It is also worth knowing more about the early life of Major Somnath and the events that led him to make the ultimate sacrifice for the nation. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് കുറച്ചൊന്ന് പഠിക്കാം. അദ്ദേഹം ജനിച്ചത് 31st January 1923 എവിടെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്കാരസ്ക്യൂ ടൗൺ ഇൻ ദാദ് ഇൻ കംഗ്ര, ഹിമാചൽ പ്രദേശ്. അദ്ദേഹം ജനിച്ചത് ഹിമാചൽ പ്രദേശിലെ കംഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. He belonged to a family with rich military legacy. അദ്ദേഹത്തിന് വലിയൊരു മിലിറ്ററി ലെഗസി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ മേജർ ജനറൽ അമർനാഥ് ശർമ്മ, അദ്ദേഹം നമ്മുടെ നേഷനെ സെർവ് ചെയ്ത ആളാണ്. Young Somnath was also deeply inspired by the valorous tales of
മഹാഭാരതത്തിലെ എന്താണ് കഥകള്, വാറിന്റെ, ബാറ്റിലിന്റെ, യുദ്ധകഥകളൊക്കെ പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അത് അദ്ദേഹത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. From his early education at Sherwood College, Nainital, to his rigorous training at the Royal Military College, Sandhurst, Major Somnath Sharma's life was a testament to discipline and dedication. അദ്ദേഹം ഷെർവുഡ് കോളേജ് നൈനിറ്റാളിലാണ് പഠിച്ചത്. അതിനുശേഷം മിലിറ്ററി കോളേജ് സാൻഡ്ഹേർട്ടിൽ ജോയിൻ ചെയ്തു. അവിടെ അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഡിസിപ്ലിനും ഡെഡിക്കേഷനും ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്. Commissioned into the 8th Battalion, 19th Hyderabad Regiment in 1942, he served with distinction during World War II in the Arakan campaign in Burma. അദ്ദേഹം 8th Battalion 19th ഹൈദരാബാദ് റെജിമെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേൾഡ് വാർ ടൂല് അരക്കൻ ക്യാമ്പയിൻ ഇൻ ബർമ അദ്ദേഹം അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഏർണിംഗ് മെൻഷൻസ് ഇൻ ഡെസ്പാച്ചസ് ഫോർ ഹിസ് ബ്രേവറി. However, it was during the Indo-Pakistan War in 1940-48, particularly in the Battle of Baga, that the legacy of Major Somnath was truly forged. That is say, അദ്ദേഹത്തിന് മേജർ ആയിട്ട് വന്നത് ഈ ഒരു ബാറ്റിലായി. The life and sacrifice of Major Somnath Sharma embody the highest ideals of duty, honor and patriotism. അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ബഹുമാനം, അദ്ദേഹത്തിന്റെ ദേശസ്നേഹം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹി ഹാസ് ബീൻ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ സോൾജിയേഴ്സ് ആൻഡ് സിറ്റിസൺസ് alike. അദ്ദേഹം ഈ ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സോൾജിയേഴ്സിനും ഓരോ വ്യക്തികൾക്കും. Most importantly, his story is a reminder of the sacrifices made by countless men and women in defense of the motherland and highlights the profound sense of duty that inspired them. അതുകൂടാതെ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഉള്ള റിമൈൻഡർ ആണ്. എന്താണ്? പണ്ട് കാലത്തും ഇപ്പോഴും സോൾജിയേഴ്സ് അവരുടെ ജീവിതം പോലും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവരുടെ മദർലാൻഡിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് നമുക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഇവരുടെ സ്റ്റോറീസ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ in the quiet of the Kashmir Valley, where the echoes of D Company battle with infiltrators have long since faded, the story of Major Somnath Sharma remains a beacon of courage and sacrifice. തീർച്ചയായിട്ടും ഈ കാശ്മീർ വാലിയില് എപ്പോഴും ഇൻവേഡേഴ്സ് ഫെയിൽ ആയെങ്കിൽ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സോംനാഥ് ശർമ്മയും അദ്ദേഹത്തിന്റെ ധൈര്യവും സാക്രിഫൈസുമാണ്. ഹിസ് വാലർ ensured that the tricolor would continue to fly over Srinagar and his name is forever etched in the golden pages of Indian military history. ഇന്ത്യൻ മിലിറ്ററി ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന്റെ പേര് ഗോൾഡൻ ലെറ്ററുകളിൽ എഴുതിയിട്ടുണ്ട്. The life and legacy of Somnath Sharma stands as a poignant reminder of the price of freedom. Poignant means emotional. അദ്ദേഹത്തിന്റെ ഡെത്ത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടിയാണ് ചെലവാക്കിയതെന്നൊരു ചിന്ത നമുക്ക് വേണം. His story, marked by selflessness and bravery, will continue to inspire and guide generation to come. അപ്പൊ ആ ഒരു മാതൃസ്നേഹം അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തോടുള്ള ആത്മാർത്ഥതയ്ക്ക് ഒരു എക്സാമ്പിൾ ആണെന്ന് ഇനിയുള്ള ജനറേഷന് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? അപകടമാണെന്ന് കണ്ട സോൾജിയേഴ്സ് ആണെങ്കിൽ അവർ വിഡ്രോ ചെയ്യും, അല്ലെ? ensuring that his sacrifices never to be forgotten. ആരും അദ്ദേഹത്തിന്റെ സാക്രിഫൈസസിനെ മറക്കരുത്. ഹിസ് നെയിം ഇസ് സെറ്റ്ഡ് ഓൺ ദ ഓണർ വാൾ ഓഫ് നാഷണൽ വാർ മെമ്മോറിയൽ. നിങ്ങൾക്ക് അറിയാലോ, നാഷണൽ വാർ മെമ്മോറിയൽ ഉണ്ട് ഡൽഹിയിൽ. അവിടെ എല്ലാ സോൾജിയേഴ്സിനും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ആ വാളില് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കാണാമോ അവിടെ? MAJ സോമനാഥ് ശർമ്മ PVC പരംവീർ ചക്ര ഫോർക്ക് മിയോൺ. അദ്ദേഹത്തിന്റെ പേര് എന്നും അവിടെ നിലനിൽക്കും. എന്ന് എത്ര കാലം നമ്മുടെ ഭാരതം നിലനിൽക്കുന്നു അത്രയും കാലം അദ്ദേഹത്തിന്റെ പേരും സാക്രിഫൈസും നമ്മുടെ ഇന്ത്യ മറക്കില്ല. അപ്പോ ലെസൺ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ മെഡൽ ഓഫ് ഓണർ പിക്ചേഴ്സ് ആണ് കേട്ടോ. ലെറ്റ് us salute this brave heart. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ജയ് ഹിന്ദ്. ഓക്കെ.